അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്. അവൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളോട് അവൻ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതും ബന്ധവിച്ഛേദനം അറിയിക്കുന്നതും ഒരേ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവർ എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സ്വഹാബികളെ അനുധാവനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വേറൊന്നും അവരുടെ ഇടയിൽ മാനദണ്ഡമല്ല. അവൻ എൻ്റെ ഗോത്രക്കാരനാണോ, എൻ്റെ നാട്ടുകാരനാണോ, എൻ്റെ രാജ്യക്കാരനാണോ, എൻ്റെ സംഘത്തിലുള്ളവനാണോ, എൻ്റെ സംഘടനയിലുള്ളവനാണോ, ഇതൊന്നും അവർക്ക് സഹോദരങ്ങളെ ഒരു മാനദണ്ഡമല്ല. അവർ സ്നേഹിക്കുക, അവർ സ്നേഹം ഒഴിവാക്കുക, ഒരേ ഒരു അടിസ്ഥാനം റസൂലുള്ളാഹിൻ്റെ ഹദീസിനോട് ഇവൻ എത്രമാത്രം കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വ്യത്യസ്ത ദഅവ മേഖലയിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അങ്ങനെയാണോ ആളുകളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും? ഞാൻ എത്രയോ ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പ്രഭാഷകരെ, ആ ദീന് പാലിച്ച് ജീവിക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നുണ്ട്. എന്തിനാണ്? പലർക്കും കാരണം തന്നെ അറിയില്ല. കാരണം എൻ്റെ സംഘടന പറഞ്ഞിരിക്കുന്നു ഇന്ന ആളുകളെ ഒന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല. കാരണം അവർ നമ്മുടെ സംഘടനക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മളുമായി അവർ സഹകരിക്കുന്നില്ല. അത് തന്നെ മതിയായതാണ് അവരെ നമുക്ക് വെറുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ വരെ ബഹുമാന പുരസ്സരം അവർ ആദരിച്ചിരുന്ന പണ്ഡിതന്മാരെ പോലും ഒരൊറ്റ കാരണത്താൽ അവരുടെ സംഘടനയുടെ മുകളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും എന്ന ആളുകളൊന്നും നമ്മളുമായി സഹകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരെ വെറുക്കുന്നതിനോ അവരെക്കുറിച്ച് അപവാദം പറയുന്നതിനോ യാതൊരു പ്രയാസവുമില്ല. ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട യാതൊരു പവിത്രതയും കൊടുക്കാതെ അവരെ വെറുക്കുകയും അവരെക്കുറിച്ച് ആക്ഷേപം പറയുന്നതൊക്കെ നമ്മൾ നാടുകളെ കാണുകയാണ്. എന്നാൽ ഇവർ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണെങ്കിലോ, ഇവൻ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ശരി, ഇവൻ്റെ തെറ്റുകളെ മറച്ചു വെക്കും. ഇവൻ്റെ തെറ്റുകൾ ആളുകൾക്കിടയിൽ എത്തിക്കുകയില്ല. ഇവൻ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോലും അവനോട് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇവനില്ല. കാരണം അവൻ എൻ്റെ കൂടെ തന്നെയാണ്. ഇത് സഹോദരങ്ങളെ കക്ഷിത്വത്തിൻ്റെ, ഹിസ്ബിയത്തിൻ്റെ ലക്ഷണമാണ്. അത് നമ്മൾ ഒരാൾക്കുണ്ടാകാൻ പാടില്ല. അത് ഒരു സംഘടനാ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്കുണ്ടാകാൻ പാടില്ല. ആ സംഘടനയിൽ നിന്ന് മാറി നിന്ന് മെമ്പർഷിപ്പ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതോ വെറുക്കുന്നതോ അത് മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൻ്റെയോ കാരണത്താലാകാൻ പാടില്ല. മറിച്ച് അവരെത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നുണ്ട്, സഹാബികളുടെ മാർഗം എത്രത്തോളം അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദു അലൈഹ ബിൻ നവാജിസ്, അണപ്പല്ല് കൊണ്ട് ആ മാർഗം മുറുകെ പിടിക്കുക. അതിലെത്രത്തോളം അവർക്ക് കണിശതയുണ്ട്. സുന്നത്തൊന്നും വലിയ നിലയിൽ പരിഗണിക്കുന്നില്ല. ആ മാർഗത്തിലൊന്നും അവർ ഉറച്ചു നിൽക്കുന്നില്ല. അവരവരുടെ കാര്യവുമായി നടക്കുന്നവരാണ്. എങ്കിൽ അവരോട് നമ്മുടെ സ്നേഹം കുറവായിരിക്കും. എന്നാൽ സുന്നത്തിനോട് ഒരാൾ അടുക്കുന്നതോടുകൂടി അവനോടുള്ള സ്നേഹം നമുക്ക് കൂടണം. സഹോദരങ്ങൾ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യമാണ്, അല്ല, നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതേ ആശയങ്ങൾ, അഥവാ ദഅവത്തു സലഫിയ അല്ലെങ്കിൽ ദഅവത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവത്ത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരിൽ ചിലർ ഈ നാട്ടിലുള്ള പൊതുവെ നേരത്തെ അവർ ചെയ്തിരുന്നത് പോലെയുള്ള ചില സംഘടന സെറ്റപ്പുകളിലായിട്ട് ദഅവത്ത് നടത്തുന്നവരുണ്ട്. എന്നാൽ വേറെ ചിലർ അത്തരം സംഘടനകളൊന്നും ആവശ്യമില്ല, മറിച്ച് നമ്മൾക്ക് കൂട്ടായ ദഅവത്ത് മതിയാകുന്നതാണ്, അത്തരം സംഘടനകൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താം എന്നതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരാൾ അങ്ങനെ തൻ്റെ സംഘടനയിലില്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോയവനെ പോലെ അവനെ വെറുക്കുന്നത് കാണാൻ സാധിക്കും. അവൻ തൻ്റെ സഹോദരനല്ല എന്നുള്ള രൂപത്തിലാണ്. കാരണം അവൻ എൻ്റെ സംഘടനയിലില്ല. അഥവാ സംഘടനയിൽ ചേർന്നാൽ മാത്രമാണ് ഒരാൾ സലഫി ആകുകയുള്ളൂ
അതല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രക്ഷപ്പെട്ടവരുടെ മാർഗം സ്വീകരിക്കുന്നവരാകുകയുള്ളൂ എന്ന രൂപത്തിലാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത്. നാം നേരത്തെ കേട്ടതുപോലെ അൽ ജമാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നത് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അൽ ജമാ എന്ന് പറഞ്ഞാൽ സംഘടന എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സംഘടന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ സുന്നത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ സ്വഹാബികളുടെ മാർഗം തൗഹീദ് സുന്നത്ത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭൗതികമായ മാധ്യമം മാത്രമാണ്. അതെവിടെയാണ് ആവശ്യം അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ നാട്ടിൽ അങ്ങനെ യഥാർത്ഥ നടത്താവൂ, നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. വേറെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല, അത്ര മാത്രമേ അതിനുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ ചേരുക എന്നുള്ളത് അത് ദീനുൽ ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളെപ്പോലെ കാണുക, അതിൽ നിന്നൊരാൾ മാറി നിൽക്കുക എന്നുള്ളത് വലിയൊരു പാതകം ചെയ്തതുപോലെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും സഹോദരങ്ങളെ മഹാന്മാരായ ഈ ദീനിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കാത്തതായ കാര്യമാണ്. ആർക്കും വേണമെങ്കിൽ ചോദിച്ചു നോക്കാമല്ലോ അല്ലേ? ആർക്കും ചോദിച്ചു നോക്കാം. ഇന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എമ്പാടും ജീവിക്കുന്നുണ്ട് ലോകത്തെ രാജ്യങ്ങളിൽ. അവരോടൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. പണ്ഡിതനോട് നമുക്ക് ചോദിക്കാം, ദാ ഷേഖ് ഇതെവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവർ നമ്മുടെ സംഘടനയിലൊന്നും ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, ഇവർ സലഫി ദാവത്ത് തന്നെയാണ് നടത്തുന്നത്, അല്ലെ പറയുമ്പോൾ സത്യം പറയണം, സലഫി ദാവത്ത് തന്നെയാണ് നടത്തുന്നത്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ ഇവരെങ്ങനെ നോക്കിയിട്ട് നമ്മുടെ സംഘടനയിലേക്ക് പ്രവർത്തിക്കുന്നില്ല, അതിൽ പ്രവേശിക്കുന്നില്ല, ഇവർ വേറെ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇത് തെറ്റാണോ എന്നൊരു പണ്ഡിതനോട് ചോദിക്കുകയും അത് തെറ്റാണെങ്കിൽ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ഒരു പണ്ഡിതനും പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ സഹോദരങ്ങൾ, അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അഥവാ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഖുർആനിൻ്റെ ആയത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവൻ ഖുർആനിൻ്റെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവർ പറയുന്നു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. ഇത് ഖുർആനിലുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുണ്യത്തിലും അതുപോലെ തന്നെ തഖ്വയിലും സഹകരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംഘടന ഉണ്ടാക്കാത്തവൻ ഈ ആയത്തിനെതിരാണ് എന്നാണ്. അല്ലെ സഹോദരങ്ങൾ, ആര് ചിന്തിച്ചാലും ഒരു നേർബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ആയത്തിൽ പരസ്പരമുള്ള സഹകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരസ്പരം പുണ്യത്തിൽ സഹകരിക്കണം. എവിടെയാണ് ഈ ആയത്തിൽ ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ളത്? അല്ലെ, അങ്ങനെ ഈ ആയത്തിന് താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ 1300 വർഷം സംഘടനകൾ ഉണ്ടാക്കാതെ അവർ ദഅവത്ത് നടത്തുമായിരുന്നു? ഒരിക്കലുമില്ല. ഈ ആയത്തിൻ്റെ താല്പര്യം ഇങ്ങനെ സംഘടന ഉണ്ടാക്കണം, അതിനൊരു നേതാവ് ഉണ്ടാകണം, അതിനൊരു പ്രസിഡൻ്റ് ഉണ്ടാകണം, സെക്രട്ടറി ഉണ്ടാകണം, അങ്ങനെയൊക്കെ ആകണം എന്നാണെങ്കിൽ അത് യാതൊരു പുതുതായി വന്നൊരു കാര്യമല്ല. ആളുകൾക്ക് എപ്പോൾ ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഒരാവശ്യമുള്ളതായി ആളുകൾ കണ്ടിട്ടില്ല. ഇനി ശരി, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പരിഗണിക്കുക, അതെന്തേ വരികയുള്ളൂ? അതൊരു അനുവദനീയമായ കാര്യമാണ്, അത് അനുവദനീയമാണ് എന്നേ വരികയുള്ളൂ. അതൊരാൾ ചെയ്യാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാവുകയില്ല. കാരണം ആയത്തിൻ്റെ താല്പര്യം നിങ്ങൾ കൂട്ടമായി നന്മയിൽ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്രയല്ല അതിൻ്റെ താല്പര്യമുള്ളൂ. നിങ്ങൾ കൂട്ടമായി സഹകരിക്കണം. നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് അവനവൻ്റെ കാര്യം നോക്കി പോകരുത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ പരസ്പരം കൂട്ടത്തോടെ സഹകരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് ഇവിടെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ആയത്തിൻ്റെ താല്പര്യം തന്നെയാണ്. വതആവനു അൽ ബിർരി വത്തഖ്വ. ഇത് നല്ലൊരു കാര്യമാണ്. അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന മജ്ലിസാണ് എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് സഹകരിച്ചു. സമ്പത്ത് കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ശരീരം കൊണ്ടും അവരുടെ സമയം മാറ്റി വെച്ചുകൊണ്ടും പലരും സഹകരിച്ചു. അതുതന്നെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. അതല്ലാതെ ഇവിടെ ഒരു പരിപാടി വെക്കണമെങ്കിൽ ഈ ആയത്തിൻ്റെ താല്പര്യം ആദ്യം ഒരു സംഘടന ഉണ്ടാക്കണം, എന്നിട്ട് ഈ പരിപാടി വെക്കണം, അങ്ങനെയാണോ? അങ്ങനെ ഒരാളും വിശദീകരിക്കുകയില്ല, ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണെന്നോ അതല്ലെങ്കിൽ മുസ്തഹബാണെന്നോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരണമായിരുന്നു. മറിച്ച് ഈ ആയത്തിൻ്റെ താല്പര്യം കൂട്ടായിട്ട് നന്മയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു പല തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ മറ്റു പല തെളിവുകളും എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ഇത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവാണെന്ന് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥവും സാദിഖീങ്ങളായ സംഘടനക്കാരോടൊപ്പം തന്നെ നിൽക്കണമെന്നാണോ? അല്ലല്ലോ.
സത്യസന്ധന്മാരായ ആളുകളുണ്ട്, അള്ളാഹിൻ്റെ ദീനനുസരിച്ച് മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടാവും. അവരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ് ഇതിൻ്റെ താല്പര്യം. അതല്ല എങ്കിൽ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, അയിമ്മത്തുകളായ ആളുകൾ കഴിഞ്ഞുപോയി. ഇവരാരും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അവരെല്ലാവരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ദഅവത്തുകൾ നടത്തുകയും ദർസുകൾ നടത്തുകയും ഇത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകൾ പരസ്പരം ഹക്കിലേക്ക് ദഅവത്ത് നടത്തുകയും ഹക്കിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്ത് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോടൊപ്പം നിൽക്കുക. ഇത് സംഘടനയോടൊപ്പം നിൽക്കാനുള്ള അവിടുത്തെ കൽപ്പനയാണ് അല്ലെങ്കിൽ പ്രോത്സാഹനമാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ. അവർ അറിഞ്ഞു അറിയാതെ എത്ര വലിയ അബദ്ധമാണ് പറയുന്നത്. കാരണം റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വഹാബികളോ താബീങ്ങളോ ആരും അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് എന്തേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്ന ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് വേറെയും മാതൃസംഘടനകൾ ഇവിടെ ഉണ്ട്, 100 വർഷത്തിനടക്കം പ്രായമുള്ള മറ്റ് സംഘടനകളുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാനുണ്ടാകും അവരുടെ അടുത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാത്ത ആളുകൾക്കും പറയാനുണ്ടാകും. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഈ ആയത്തിനെതിരല്ല സഹോദരങ്ങൾ ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ പറയുക, നമ്മൾ ആളുകളെ സ്നേഹിക്കേണ്ടതും വെറുക്കേണ്ടതൊന്നും ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പലപ്പോഴും പലരും അങ്ങനെ ആയിത്തീരുകയാണ്. സംഘടനയിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം, അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരി, അതല്ലാത്ത ആളെ കാണുമ്പോൾ അവൻ്റെ ചിരി മങ്ങുകയാണ്, മുഖം തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരിക്കലും അങ്ങനെ ആകാൻ നമ്മൾ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക.